അടുക്കാനുള്ളൊരു അവസരം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈശ്വരനുമായിട്ട് അടുത്ത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈശ്വരനുമായി അടുക്കാൻ കഴിഞ്ഞ ആ ജീവന്റെ മേലോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നിനിപ്പോൾ പറയാനുള്ളത്. അതായത് ആ ഈശ്വരനുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ ആ ജീവന്റെ അല്ലെങ്കിൽ ആ സാധകന്റെ ഉണ്ടാകുന്ന അവസ്ഥ, അതിനെയാണ് ഇന്നത്തെ യോഗ ഭൂമികയൊക്കെ പറയുന്നത് പദാർത്ഥാഭാവനി എന്ന് പറയുന്നത്. പദാർത്ഥാഭാവനി, പദാർത്ഥങ്ങളെല്ലാം ഇല്ലാതാവുക. രാവിലെ എഴുന്നേറ്റ് ഉടനെ പറഞ്ഞു, പക്ഷേ ഇതേ കട്ടിലല്ല, ഇതെന്താണ്? മരമാണ്. മരമല്ല, ഭൂമിയാണ്. ഭൂമിയല്ല, തമോഗുണാഹങ്കാരമാണ്. തമോഗുണാഹങ്കാരമല്ല അല്ലേ? ഒരു ആകാശം മാത്രമേ ഉള്ളൂ. ആകാശം എന്താ? ബോധത്തിനാണ് വന്നിരിക്കുന്നത്, ബ്രഹ്മത്തിനാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രഹ്മമാണ്. അപ്പൊ ഇങ്ങനെ അന്വയ വ്യതിരേകമൊക്കെ ചെയ്ത് ഇവിടെയുള്ളതെല്ലാം തന്നെ ബ്രഹ്മമയ ആണ്. ആ ഭാവത്തിലേക്ക് എത്തണം എന്നാ പറഞ്ഞത്. ഒരാവത്തിന് അത് പറഞ്ഞു. ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ പറഞ്ഞു. ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ പറഞ്ഞു കോട്ടയം വയ്ക്കാം. ഇന്നലെ രാത്രി ഉറങ്ങി അപ്പോഴും ഇവിടുത്തെ വർത്തമാനമൊക്കെ പറഞ്ഞു പോകുമ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞു. പിന്നീട് കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്ക് അമ്മര് വന്നിട്ട് പാത്രം വന്ന് വെള്ളം വന്നതൊക്കെ ചോദിച്ചോട്ട് വന്നു. അപ്പോൾ ഉണർന്ന് അപ്പോഴും പറയുന്നത്, അല്ല പിന്നെ നമ്മൾ അയ്യും യുവും പറഞ്ഞില്ലേ, അത് നമ്മള് ആ പ്രജനോപാഖ്യാനത്തിലേ ആലോചിച്ച് നോക്കും. നമുക്കാർക്കെങ്കിലും സാധിക്കില്ല. സുഖമായിട്ട് ഉറക്കം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് വെള്ളം വന്നിട്ട് കിട്ടാൻ ചോദിച്ചിട്ടോ പെട്ടെന്ന് സുഖമായിട്ട് ഉറക്കം ചെന്ന് ഉണർന്ന് ഞാൻ നമുക്ക് പറയും, ആ ഈ മൂപ്പിൽ ഇപ്പോഴത്തെ വെള്ളം ചോദിക്കേണ്ട കാര്യം എന്റെ ഉറക്കം പോയി എന്നല്ലേ നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ ആ ഉണർന്നാൾ പറയണമെന്നറിയോ? അല്ല അയ്യോ നമ്മുടെ ആ പ്രജനോപാഖ്യത്തിലാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സാധന. താല്പര്യം ഊണിലും ഉറക്കത്തിലും ഒരേ ചിന്താതുറയില്ലേ, അല്ലാതെ സാധിക്കുക. നമ്മളിതിനെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉടനെ പറയുന്നതായിരിക്കും എന്റെ ഉറക്കം പോയി ഈ മൂപ്പർക്ക് പറയേണ്ട കാര്യങ്ങളോ എന്നേ ചിന്തയില്ല. പക്ഷെ അതാണ് ഈശ്വര ഭാവത്തിലേക്ക് അത്രയധികം ആഗ്രഹത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ജീവൻ. ഈശ്വരനെ അറിയാനും അനുഭവിക്കാനുമുള്ള ഭാവന അത്രയധികം അഗമ്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഉണർന്നു കഴിഞ്ഞാൽ ഈശ്വരൻ, ഉറങ്ങുന്നത് അബദ്ധത്തിൽ ഉറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഉണർന്ന ഉടനെ വീണ്ടും ആ ഭാവനയെ തന്നെ വികസിക്കാൻ കഴിയുന്നത്. അപ്പൊ എവിടെ നിർത്തിയോ? ഇതാണ് ചില കുട്ടികൾ പൂർവ്വ ജന്മവാസന കൊണ്ട് ചിത്രം വരയ്ക്കലും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നവരല്ലേ. ഇതേ തന്നെയാണ് ഇവിടെ ജന്മം എന്ന് പറയുന്നത്. ഉറക്കം കഴിഞ്ഞാൽ പുതിയ ജന്മം, അടുത്ത ജന്മത്തായി. ഇതാണ് ഭാവന. അപ്പോ അങ്ങനെ ഇന്നത്തെ യോഗഭൂമികയിലേക്ക് ഈ സാധകൻ എത്തണം. എങ്ങനെ? പദാർത്ഥാഭാവന, ഒരു പദാർത്ഥങ്ങളും കാണാതെ എല്ലാ പദാർത്ഥത്തെയും ഈശ്വരീയമായിട്ട് അറിയാം. ഈശ്വരനാണെന്ന് ബോധിക്കുക. അപ്പൊ നമുക്ക് തോന്നാം എല്ലാ ഈശ്വരനാണ് ബോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നല്ലേ? എല്ലാ ഈശ്വരനാണെങ്കിൽ മുമ്പ് ഇവനെ ഒരു പണിയൊന്നും എടുക്കാൻ കഴിയില്ല. ആഹാരം കഴിക്കാൻ കഴിയില്ല, കുളിക്കാൻ കഴിയില്ല, സോപ്പ് തയ്ക്കാൻ കഴിയില്ല, ചെരുപ്പിടാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ തോന്നുന്നു. നമ്മളുടെ ഭാഷയിൽ അതാണ്. അപ്പൊ അങ്ങനെ തോന്നുന്നു. അതല്ല പറഞ്ഞതിനർത്ഥം. എല്ലാത്തിൻ്റെയും വസ്തുസ്വരൂപത്തെ അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മളിവിടെ സുഖമായിട്ട് പായസവും അവിയലും സാമ്പാറും കൂട്ടി കൊണ്ട് കഴിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പയർ കഞ്ഞി കുടിച്ചിരിക്കണം. അപ്പൊ നമുക്ക് തോന്നുന്ന കഷ്ടം തന്നെ, പാവം എന്തൊരു ഗതികേടല്ലേ എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് കഷ്ടം തന്നെ, പാവങ്ങള് എന്തൊക്കെയോ തിരിച്ചെന്തൊക്കെയോ വലിയ കാര്യം ചെയ്യണമെന്ന് അതിൻ്റെ ധാരണ. ഇതാണ് വ്യത്യാസം. അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം പദാർത്ഥ ഭാവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥങ്ങളുടെ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളുടെ വസ്തുസ്വരൂപത്തിലെത്തിയിട്ട് തനിക്ക് വേണ്ടതെന്ത്, തനിക്ക് ഗുണമുള്ളത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞു പോകുന്ന ആളാണ്. പറയാൻ ഡയബറ്റിക് ഉള്ള ആളാണേ. ഡയബറ്റിക് ഉള്ള ആളായെന്ന് പറഞ്ഞ കാര്യം മരുന്ന് കഴിക്കുന്ന ആളാണ്. ഡയബറ്റിക് മാത്രമല്ല, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ മൂപ്പരുടെ സുഖമായിട്ട് ബേക്കറിയിലെത്തുന്നോട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതാണ് പദാർത്ഥാഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥങ്ങളെ ഇല്ല എന്നറിയുകയല്ല, ആ പദാർത്ഥങ്ങളെല്ലാം തന്നെ ഈശ്വരന്റെ രൂപാന്തരങ്ങളാണ് എന്നറിഞ്ഞ് ഈശ്വരനെ സ്വീകരിക്കുന്നത് പോലെ ബഹുമാനത്തോടെ സ്വീകരിക്കുക. പ്രസാദം സ്വീകരിക്കുമ്പോൾ എല്ലാത്തിനെയും ബഹുമാനത്തോടെ സ്വീകരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണോ അതെടുത്തു.
മറ്റേത് എനിക്ക് വേണമെന്നില്ല, കാരണം ഈ ശരീരത്തിന് അത് ശരിയാവില്ല. അപ്പൊ ഈ ശരീരവും എന്താണ് പദാർത്ഥം തന്നെയാണ്, ഈ ശരീരവും ഈശ്വരന്റെയാണ്, ആ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണവും ഈശ്വരനാണ്. അപ്പൊ എല്ലാം ഈശ്വരനാണ്, എല്ലാം നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ. ആ ചിന്ത തന്നെ തനിക്ക് ശരീരത്തോട് മാത്രം സ്വീകരിക്കുക. അതല്ലാതെ വസ്തു വേറൊരു ഭാവനയിലെ വസ്തുവിന് ആ ജീവന്റെ മനസ്സിലെ ഇളക്കമുണ്ടാക്കാൻ കഴിയാതെയുള്ള അവസ്ഥ എന്നാണ് പദാർത്ഥാഭാവനി എന്ന് പറഞ്ഞാൽ അവസ്ഥ. ആ അവസ്ഥയിലേക്കാണ് ഇന്ന് ജീവന്മാരെത്തുന്നത്. അതിന് ഇന്ന് കുറച്ചു കൂടിയിട്ട് ഈ ദശമസ്കന്ധത്തിലെ കുറച്ചു കൂടിയിട്ട് കൃഷ്ണന്റെ രീതികൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 11ാമത്തെ സ്കന്ധത്തിലേക്ക് പോകുന്നുണ്ട്. അല്ലെ, മുക്തി മോക്ഷയുടെ യാത്രയിലേക്ക് വിടുവിക്കുന്ന ഭാഗത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇന്നത്തെ കഥ തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞല്ലോ രുക്മിണിക്കൊരു പുത്രനുണ്ടായി. ആ പുത്രനെ ശമ്പരാസുരൻ കട്ടുകൊണ്ട് പോയി. പിന്നെ അവിടുന്ന് പുത്രൻ തിരിച്ചു വരുന്ന ഒരു കഥ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞ്. കഥ പറയുമ്പോൾ ആദ്യത്തെ ശ്ലോകത്തിനെ ഓരോ ശ്ലോകമായിട്ട് നിർത്തിയിരിക്കുക. കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാഗ് രുദ്രമന്യുന. ആദ്യത്തെ ശ്ലോകമാണ് എന്താ? കാമൻ ദേവൻ, വാസുദേവാംശനായിരിക്കുന്ന കാമദേവൻ പണ്ട് രുദ്രന്റെ കോപത്തില് ധരിച്ചുപോയി. എന്താ കാമൻ? കാമൻ എന്ന് പറഞ്ഞൊരു ആഗ്രഹം. ആഗ്രഹം എന്തിനെ പറ്റി? വാസുദേവന്റെ അംശം തന്നെയാണ് കാമൻ. അതായത് ബോധത്തിന്റെ തന്നെയാണ് ആഗ്രഹങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ചിത്തത്തിന്റെ ഭാഗത്തിൽ തന്നെയാണ്, അല്ലെ, മനോബുദ്ധി അഹങ്കാര ചിത്തം എന്ന് പറയുന്നത് അന്ധകരണത്തിൽ തന്നെയാണ് കാമൻ വരുന്നത്. അപ്പൊ അതാണ് വാസുദേവന്റെ അംശം തന്നെയാണ് കാമൻ. ആ കാമൻ എന്ത് പറ്റി? ധരിച്ചുപോയി. രുദ്രമന്യ, രുദ്രന്റെ ആ കോപത്തില് ധരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോ മുൻജന്മത്തില് രുദ്രൻ പറഞ്ഞ നേരത്തെ രുദ്രത്വ ആത്മാ ശരീരമാണ്. അല്ലെ, അത് പോയി അവിടെ നോക്കി നോക്കണമെന്ന് വിചാരിക്കുന്നതാണ്. കണ്ടില്ല, പോട്ടെ, കണ്ടിട്ടുണ്ട്. രുദ്രൻ പറഞ്ഞ ആത്മാവാണ്. ആത്മബോധം വികസിച്ചപ്പോ അതിലെന്ത് പറ്റി? ഈ ആഗ്രഹം നശിച്ചുപോയി. അതാണ് പരമേശ്വരന്റെ ദൃഷ്ടി കൊണ്ട് കഥയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വന്നു. പാർവതിയെ ആലോചിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാനൊക്കെ വന്നു. അപ്പൊ ദേഷ്യപ്പെട്ടു, നിശ്ചയിക്കുന്ന പ്രിയ. പക്ഷെ വാസ്തവത്തിൽ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, ആ ഭഗവാനെ പ്രാപിക്കാൻ കഴിഞ്ഞു പറഞ്ഞില്ലേ ആ ബ്രാഹ്മണൻ വന്നിട്ട്. അപ്പൊ ഗുരുനാഥന്റെ ഉപദേശം അതോടുകൂടി കിട്ടിയപ്പോൾ ആ ജീവനില് ഉണ്ടായിരുന്ന മറ്റ് കാമവാസനകളെല്ലാം നശിച്ചുപോയി എന്ന് പറയണം. അങ്ങനെയുള്ള ആ നശിച്ചുപോയ കാമവാസനകള്, ആഗ്രഹങ്ങള് വീണ്ടും ഇവിടെ രുക്മിണി ദേവിയുടെ പുത്രനായിട്ട് ജനിക്കുകയാണ്. അതിനെന്തേ കാരണം വെച്ച് കഴിഞ്ഞാൽ, ആ കാമദേവന്റെ പത്നിയായിരുന്നു രതീദേവി. ആ രതീദേവി, രതി എന്ന് പറഞ്ഞ താല്പര്യം, ആഗ്രഹത്തിലല്ലേ താല്പര്യം വരിക. ഏതൊന്നിനെയാണോ നാം ആഗ്രഹിക്കുന്നത് അതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവും, സ്വാഭാവികം. അത്രയുള്ളൂ. അതാണ് രതീദേവി പരമേശ്വരനെ തപസ് ചെയ്തു. എന്തേ വേണ്ടത് ചോദിച്ചു. വേണ്ട ചോദിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവിനെ അല്ലേ ദിവ്യമാകുമ്പോഴത്തെ എനിക്ക് ഭർത്താവ് വേണം പറഞ്ഞു. ഭർത്താവ് വേണം. ഓ ശരി, പരമേശ്വരന്റെ മേൽ മേലുകൾ നോട്ടൊന്നുമില്ല. ഞാൻ കൊന്നതല്ലേ, പിന്നെ അയാളെ എങ്ങനെ തിരിച്ചു കൊടുക്കണേ? അതിന്റെ അഭിമാന പ്രശ്നമല്ലേ? അങ്ങനെ യാതൊന്നുമില്ല. ഒക്കെ അവിടെ ഓ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്നാ പറയുക. അപ്പൊ അതുപോലെ ശരീരത്തെ സമ്മതിച്ചു ജീവിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞത്, കാര്യമൊക്കെ ശരി, എവിടെ കിട്ടും എന്ത് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞുതരാ, ശമ്പരാസുരന്റെ അവിടെയാണ് എത്തുക, തന്റെ കുട്ടി അവിടെ പോയി നോയിക്കോളൂ എന്ന് പറഞ്ഞു. ഓ ശരി വന്നു. രതിദേവി അവിടെ മായാവതി എന്നുള്ള പേരില് അടുക്കളക്കാരിയായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നത്. ആ സമയത്ത് എന്ത് പറ്റി? ഇവിടെ ഇങ്ങനെ കാമദേവന്റെ അംശമായിട്ട് രുക്മിണിയുടെ പുത്രനായിട്ട് പ്രദ്യുമ്നൻ ജനിച്ചു. പ്രദർശന ദ്യുമാൻ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം അർത്ഥം, പ്രകാശമുള്ളവനായിട്ട് ജനിച്ചു. അതായത് ബുദ്ധി തത്വം അർത്ഥമാണ്. ആ ബുദ്ധി ജനിച്ചു പറയണം. ജനിച്ച ഉടനെ തന്നെ നാരദ മഹർഷി അവിടെ പോയി ശമ്പരാസുരന്റെ അടുത്ത് പറഞ്ഞു, ശമ്പരാസുരൻ വരവ് വാങ്ങിയിട്ട് അതെ ഈ കാമദേവന്റെ കയ്യാലെ കൊല്ലാൻ പാടുള്ളൂ എന്ന്. കാരണം എന്താ വെച്ചാൽ മൂപ്പിന്റെ കണക്കിലെ കാമദേവൻ ധരിച്ചുപോയല്ലോ. അതൊക്കെ സൂത്രം നോക്കണേ. അപ്പൊ കാരണം മരിക്കാതിരിക്കാനുള്ള വരവണം ചോദിക്കണം, അത് തരാൻ പറ്റില്ല എന്നറിയാമല്ലോ എല്ലാവർക്കും. അപ്പൊ അത് ആൾക്കാർക്ക് കൊടുക്കില്ല, പതിവില്ലേ. അപ്പൊ ജനിച്ചവരൊക്കെ മരിക്കണം, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൗശലം പ്രയോഗിച്ചാണ് ശമ്പരാസുരൻ എന്ത് കാമദേവന്റെ ആളാണ് ഞാൻ വധിക്കപ്പെടുന്നത് എന്ന് വിചാരിച്ചു.
ഓ ശരി, ഇവിടെ അത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ആ കാമദേവന്റെ ഭാവമാണ് കൊടുക്കുന്നതന്നെ എന്നുള്ള വിവരം നാരദ മഹർഷി പോയി പറഞ്ഞു. അല്ലേ, നാരദ മഹർഷിക്ക് അവിടെ തീ കൊടുത്ത് ഇവിടെയും തീ കൊടുത്ത് അല്ലേ, മൂട്ടി വിടുക ഒക്കെ പറയില്ലേ, പ്രേരിപ്പിച്ചിട്ട് ഓരോരോ ബഹളം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനാണ് അതാണ് പറയുക. യഥാർത്ഥത്തിൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരേ തരത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്നും അറിയണ്ടാവും. അതാണ് നേരത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞത്, ചടങ്ങിൽ കുടുങ്ങിയാൽ ചടക്കേം. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടേ പോയാൽ അത് നമുക്ക് വേർതിരിക്കില്ല. അപ്പൊ അവിടെ ഒരു തടസ്സങ്ങളെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഇളക്കം ഉണ്ടാക്കി ചെയ്യുമ്പോഴേ അതെന്താണെന്ന് ആലോചിക്കാനുള്ളൂ. അപ്പോഴേ നമ്മൾ ആ അവസ്ഥയിൽ പിന്നെയും പോയാൽ ശ്രമിക്കുന്നത്. ഇതുപോലെ ഇവിടെ ശമ്പരാസന്റെ ശരി ശമ്പരാസന്റെ ചെയ്തു, തന്റെ ഈ തിരസ്കരണ വിദ്യയൊക്കെ ഉപയോഗിച്ച് താൻ മായാവിയായിട്ട് തന്നെ ആരും കാണാതെ ഭാഗത്തിലെ ദ്വാരയിൽ ബഹുമാന്റെ കൊട്ടാരത്തില് നോക്കണേ. ശങ്കരാസുരൻ നിസ്സാരക്കാരനല്ല, അസുരനെ കൊണ്ട് കാര്യമില്ല, നിസ്സാരക്കാരനല്ല. ഭഗവാന്റെ കൊട്ടാരത്തിൽ വന്ന് ആ 10 ദിവസത്തിന് താഴെ പ്രായമായിട്ടുള്ളൂ. 6 നാളും ഷഷ്ടി പൂജ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുക. തൊട്ടി പൂജ തൊട്ടി പൂജ പറഞ്ഞാൽ ഷഷ്ടി പൂജ എന്നർത്ഥം. എൻ്റെ എന്താണ് ലോക്കൽ ലാംഗ്വേജിന് തൊട്ടി പൂജ എന്നുള്ളത്. 6-ാം ദിവസം അതാണ് ഷഷ്ടി ദേവിയുടെ പൂജ ചെയ്യുന്ന പറയും. അപ്പൊ ആ ഷഷ്ടി ദേവിയുടെ ആ സമയത്ത് 6 ദിവസം ആകുമ്പോഴേക്ക് ഈ കുട്ടിയെ തട്ടിയെടുത്തോണ്ട് പോയപ്പോ കുട്ടി ഇങ്ങനെ തട്ടിയെടുത്ത് തന്റെ കൊട്ടാരത്തേക്ക് പോണേ. അപ്പോഴാണ് വീണ്ടും വഴിയിൽ വന്നു നാരദ മഹർഷി. എന്താ ശങ്കരാസുര സുന്ദരല്ലേ? ഓ ഇതാ മഷേ അന്ന് പറഞ്ഞ പോലെ ഞാൻ തട്ടിയെടുത്തോണ്ട് വന്നില്ല, ഇനി ഇതിനെ കൊല്ലുക കൊണ്ടു. ശങ്കരാസുര, ഒരു കുട്ടിയെ കൊന്നു കഴിഞ്ഞാൽ നല്ല കീർത്തി നശിക്കും. ഒരു കുട്ടിയെ പേടിച്ചിട്ട് അല്ലെ, സ്വന്തം ജീവിതം പേടിച്ചിട്ടേ കുട്ടിയെ കൊന്നു പറഞ്ഞാൽ രഹസ്യമില്ലേ? അല്ല, പക്ഷേ ഇവരിൽ എന്നെ കൊല്ലുന്ന അങ്ങനെയല്ലേ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെ. പക്ഷെ അത് പറഞ്ഞിട്ട് താനീ കുഞ്ഞിനെ കൊന്നാൽ തന്റെ കീർത്തിക്ക് ഒരു ഭാര്യ വരില്ലേ? അത് ശരിയാണ്. പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? താഴേക്ക് നോക്ക്, എന്താണ് നോക്കിയപ്പോ എന്താ സമുദ്രം. അപ്പൊ എന്താ വേണ്ടത്? സമുദ്രത്തിൽ പണി കഴിഞ്ഞില്ലേ? താൻ കൊന്നാകുമോ? ഇല്ല, താൻ ഉപേക്ഷിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ആശയം? ശരി, അത് നല്ല ആശയമാണ്. ആശയം തോന്നി വേഗം കുട്ടികളാണ്. താഴെ നിന്നപ്പോ വലിയൊരു മത്സ്യ ആ കുഞ്ഞിനെ വിഴുങ്ങിയപ്പോ അടുത്തുള്ള ആളുകൾ മുഖ്യന്മാർ വലവീശപ്പോ ഈ മത്സ്യത്തിനെയും അനുഭവം. വലിയ മത്സ്യമായതുകൊണ്ട് വലുതിനെ രാജാവിന് കാഴ്ചവെക്കണം. കാരണം ശ്രേഷ്ഠ വസ്തുക്കളൊക്കെ കേമന്മാർക്കാണ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞ ശ്രേഷ്ഠ വസ്തുവായിട്ടുള്ള ചെറിയ മത്സ്യത്തിനെ രാജാവിന് കാഴ്ച. രാജാവിനെ കാഴ്ച വെച്ചപ്പോൾ രാജാവ് ചെയ്തു, മത്സ്യമല്ലേ ശരി, അടുക്കള കൊണ്ടുപോയിക്കോട്ടെ, പാകം ചെയ്തോട്ടെ. അടുക്കള മായാവതി കീറി പിടിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ്. ഇത് വെറുതെ മുറിയിലിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. വലിയൊരു തിമിക്കലത്തില്ലേ, ഒരു സ്രാവിന്റെ വായിൽ തൊട്ടിട്ടുണ്ട്. എന്നിട്ട് ജീവനോട് ഉള്ളിൽ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും വലിയ പറഞ്ഞാൽ അയാള് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ എങ്ങനെയെങ്കിലും ബ്ലീച്ചിങ് പൗഡറിൽ നമ്മൾ മുങ്ങി വന്നിരിക്കും എന്ന പോലെ ഉള്ള ആളായി മാറിയുന്നതാണ്. കാരണം ആ ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ പോയിട്ട് അതിന്റെ ദഹനേന്ദ്രിയങ്ങളുടെ രസമൊക്കെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലായിട്ടല്ലോ അങ്ങനെ ഉണ്ടായിട്ടെന്നാ പറയുക. പറയുന്നത് ഇത് കുട്ടിയാണ് കിട്ടിയപ്പോ ഇതെന്താ ഒരു കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചു. കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അതിശയിക്കുന്നു. അപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത്. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു അതാ നാരദോ അഹതയ സദസ്യ സംഗീത ചേതസ. മായ അവിടെ വീണ്ടും നാരദ മഹർഷി വന്നു. നാരദ മഹർഷി വന്നിട്ട് മായാവതി പറഞ്ഞു, മായാവതി പണ്ട് പറഞ്ഞില്ലേ ഭർത്താവിനെ കിട്ടു പറഞ്ഞില്ലേ, തന്റെ ഭർത്താവ് തന്നെയാണിത്, ശരിയായി നല്ലോണം ശുശ്രൂഷിക്കട്ടോ എന്ന് പറഞ്ഞു. ഓ ശരി, വേഗം തന്നെ മായാവതി എന്ത് ചെയ്തു, ആ കുഞ്ഞിനെ തന്റെ കുഞ്ഞാക്കിയിട്ടുള്ള ഭാവത്തിലെ വളർത്തി, ആർക്കൊരു സംശയം തോന്നാതെ വളർത്തിയെടുത്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടീനെ വേഗം വലുതാവുന്നുണ്ടേ. അങ്ങനെ വലുതായ കുട്ടിയോടുള്ള ആ ഭാവ വ്യത്യാസപ്പെട്ടു. അടുത്ത രീതിയിലേക്ക് കാരണം എന്താ ചോദിച്ചു, ആ കുട്ടീനെ ചോദിച്ചു, എന്താണ് നോക്കൂ, മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനീയത. അമ്മയുടെ ഭാവത്തെ അതിക്രമിച്ച് ഇപ്പൊ ഭാര്യയെ പോലെ എന്നോട് പെരുമാറുന്നുണ്ടല്ലോ, എന്താ അത്? അപ്പൊ പറഞ്ഞു, ഭഗവാൻ നാരായണ സുധ, അങ്ങ് നാരായണന്റെ മകനാണ്. ശമ്പരേണ ആകൃതോ ഗൃഹാത്, വീട്ടിൽ നിന്ന് ശമ്പരൻ കട്ടുകൊണ്ടുവന്നതാണ് ഇവിടേക്ക്. അഹത്തെ അധികൃതാവന്നീരതി, ഞാൻ അങ്ങയുടെ അധികാരപ്പെട്ട പത്നിയായ രതിയാണ്. കാമോ ഭവാൻ പ്രഭോ,
അങ്ങ് കാമദേവനാണ്. എത്ര മലയാളം പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. എത്ര വേഗം ആ കാര്യങ്ങൾ പറഞ്ഞു. രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഇനി എന്ത് വേണം അല്ലേ? അവിടെ അങ്ങയുടെ അച്ഛനും അമ്മയൊക്കെ ഒരു പശുക്കുട്ടിലെ കുട്ടിയെ കാണാത്ത പശുവിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ്വാരകയിലേ തിരിച്ചു പോകണ്ടേ വേണം. അത് ഇവിടുന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിക്കേണ്ട. കാരണം ശമ്പരാസുരനെ ധിക്കരിച്ചിട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ശമ്പരാസുരനെ ജയിക്കണം. അതിന് ശമ്പരാസുരന്റെ മായാവിദ്യകളൊക്കെ അറിയാം. മായാവിദ്യ പ്രയോഗിക്കും. അതുകൊണ്ട് ആദ്യം മായാവിദ്യ നമ്മൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞ് ആ പ്രദ്യുമ്നനെ മായാവിദ്യകളെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആരെ? മായാവതി എന്ന പേരിലുള്ള ആ രവി എന്ന് പറയണം. കാരണം എന്താ അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ പല വിധത്തിലുള്ള ലോജിക്കുകൾ വരും. അപ്പൊ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ പൂർണ്ണനായി മായാവതിയിലൊക്കെ വിശാരദനായിരിക്കുന്ന ആ പ്രദ്യുമ്നൻ എന്താ. അപ്പൊ നമുക്ക് തോന്നുമ്പോ ഭാര്യയെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഭർത്താവിനെ അതാ പറഞ്ഞത്. കുഞ്ഞിൽ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് ബുദ്ധി പ്രവർത്തിക്കുക. നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് വളരെ രണ്ടാന്ന് വിചാരിച്ച് പോയിട്ട് ആ മുമ്പ് പോയപ്പോ വേറെ ഹോട്ടലിലാണ് പോയത്. നേരത്തെ ഉദ്ദേശിച്ച ഹോട്ടലിലല്ല. അപ്പൊ ഈ രതി താല്പര്യമുണ്ട് മുമ്പൊക്കെ വളരെ ഇഷ്ടപ്പെടാൻ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പോയപ്പോഴാണ് ആ ഭാര്യ രതിന്നുള്ള ഭാര്യ ബുദ്ധിക്ക് ഒരു അറിവ് കൊടുത്തു. അത് അവിടെ പോകുമ്പോഴല്ലേ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ അവിടെ അല്ലേ പോയി വേറെ എങ്ങനെയുണ്ട് അതാ പറഞ്ഞത്. ആഗ്രഹങ്ങള് താല്പര്യമാണ് ആഗ്രഹപ്രകാരമുള്ള ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുക. നമ്മൾ എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തില് താല്പര്യം വരുമ്പോൾ ആ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള എന്താ പറയുക ലൂപ്പ് ഹോൾസ് കാണാൻ കഴിയില്ലേ? ആ ലൂപ്പ് ഹോൾസ് കാണാൻ തുടങ്ങാൻ ജീവൻ അല്ലെങ്കിൽ ബുദ്ധി ലൂപ്പ് ഹോൾസ് കണ്ടെടുക്കാൻ തുടങ്ങാം. അതാണ് പറഞ്ഞത് താല്പര്യം. അങ്ങനെ മായാവിദ്യയൊക്കെ പഠിച്ചു. മായാവിദ്യയൊക്കെ പഠിച്ച് ശമ്പരാസുരനെ വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പോൾ ശമ്പരാസുരൻ പറഞ്ഞു എന്ത് ശരി ഇവർക്ക് യുദ്ധം ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ. കാരണം മായാവിദ്യയൊക്കെ വശമാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേഗം തന്നെ ശമ്പരാസുരന്റെ ശിരസ് ചെമ്പപ്പൊടിയോട് കൂടിയിട്ടുള്ള കിരീടമൊക്കെ കൂടിയിട്ടുള്ള ആ ശിരസിനെ ഛേദിച്ചു. അങ്ങനെ ജയിച്ച് ഭാര്യയോട് കൂടി തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു. ദ്വാരകയിലേക്ക് എത്തിയപ്പോഴെന്താ അവിടെ കണ്ടു ആരെ? സ്ത്രീകളൊക്കെ കൃഷ്ണൻ വരുമെന്ന് തോന്നിയത്രേ. അടുത്തടുത്ത് വരുമ്പോഴാണ് അല്ല കൃഷ്ണനല്ല എന്ന് മനസ്സിലായത്. കാരണം നേരത്തെ പറഞ്ഞില്ലേ കൃഷ്ണന്റെ മകനാണല്ലോ. അപ്പൊ ആ ഭാഗത്തില് കുറച്ച് ഈ ആണ് അവതാര ശൈലയെ ഈഷത് വൈലക്ഷണന ചെറിയ സ്വല്പ വ്യത്യാസമേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഈഷത് വൈലക്ഷണന ചെറിയ വ്യത്യാസം. അത് സ്ത്രീകൾക്ക് കണ്ടിട്ട് ചെറിയൊരു വ്യത്യാസം. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ രുക്മിണി അവിടെ എത്തിയപ്പോഴേക്കും രുക്മിണി അവിടെ എത്തിയപ്പോ നോക്കൂ നല്ല ഭംഗിയുള്ള ഒരു പയ്യൻ അല്ലേ? 10-16 വയസ്സായപ്പോഴേക്കേ. അപ്പൊ നല്ല ഭംഗിയുള്ള ചന്തക്കാരനായിട്ട് സുന്ദരൻ കുട്ടി. അപ്പൊ ഈ ആരാണ് അറിയില്ല. ഈ കുഞ്ഞിനെ നിർബന്ധിച്ചിരിക്കുന്നത് ആരുടെ മകനാണെന്ന് അറിയില്ല. ഏതായാലും ആ സ്ത്രീ ഭാഗ്യവതി തന്നെയാണ് എന്നായി രുക്മിണിയുടെ ചിന്ത. മാത്രമല്ല പഠിച്ചു കഴിഞ്ഞപ്പോൾ രുക്മിണി പറയണ നോക്കൂ എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഈ ഇടതുഭാഗമൊക്കെ കുടിക്കുന്നു. മാത്രമല്ല ഈ കുട്ടിയുടെ ആകൃതിയും അതേപോലെ വയസ്സ് അതേപോലെ തന്നെ ശബ്ദവും ഒക്കെ കൂടി കേൾക്കുമ്പോൾ ഒക്കെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരുന്നു. എന്റെ നഷ്ടപ്പെട്ടു പോയ മകൻ തന്നെയാണോ എന്നൊരു സംശയം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ദേവകി ദേവി രുക്മിണി ദേവി പറയാൻ തുടങ്ങി. രുക്മിണി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ എല്ലാം അറിയാ കൃഷ്ണനെ. പക്ഷെ പറയാൻ പറ്റുക അതാണ് പറയുന്നത് വിജ്ഞാതോവി ഭഗവാൻ. ഇതൊക്കെ അറിയാൻ കൃഷ്ണ ഭഗവാനെ എങ്കിൽ കൂടിയും തൂഷ്ണീമാസ ജനാർദ്ദന ഒറ്റ അക്ഷരം വേണ്ടിയില്ല. എന്നിട്ടോ നാരദോ അകതിയൽ സർവം ശമ്പരാഹരണാധികം. നാരദ മഹർഷിയാണ് ഈ ശമ്പരൻ ഈ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തത്. എന്താ ഇതിനർത്ഥ എങ്ങനെയാണ് ദാമ്പത്യത്തില് സുഖമായി കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അറിഞ്ഞാലും അയ്യോ ഞാനിതൊക്കെ അറിഞ്ഞിട്ട് നേരത്തെ എന്ന് ഭർത്താവ് പറഞ്ഞോ പെട്ടു. ഓഹോ നിങ്ങളപ്പോ എന്നെ അറിഞ്ഞോണ്ടല്ലേ ഈ 16 കൊല്ലം തീ തീറ്റിച്ചത് എന്ന് ചോദിക്കും അല്ലേ? പിന്നെ ദേഷ്യം. പിന്നെ അന്ന് അവിടെ കണ്ടില്ലേ ഊണുമ്പോ
ചിലർ ചോറൊക്കെ തന്നു വരും, പക്ഷെ പപ്പടം കിട്ടില്ല, ഉറപ്പാ. അപ്പൊ ഇതാണ്. അപ്പൊ ഇതെല്ലാം അറിയെങ്കിലും ഭഗവാനൊന്നും വേണ്ടിയില്ല. നാരദ മഹർഷിയാണ് ഇവരൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് പറയണം. എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇതൊന്നും പറയാനില്ല. കാരണം നേരത്തെ പറഞ്ഞു എന്ത് കഥ പറയുമ്പോൾ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞിരുന്നെങ്കിലും കാര്യത്തിന്റെ അവിടെ എത്തുമ്പോൾ എന്താണ് അറിയേണ്ടത്? കർമ്മങ്ങളൊക്കെ ചെയ്യുമെങ്കിലും കർമ്മത്താൽ ബന്ധിതനല്ല ഭഗവാൻ. അപ്പൊ ബ്രഹ്മഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ബ്രഹ്മത്തിന് അതങ്ങനെയാണ് എങ്ങനെയാണ് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ആ കാര്യം ആർക്കേ പറയുകയൊക്കെ ചെയ്യുള്ളൂ? സാക്ഷിഭാവത്തിനെ പറയുള്ളൂ. അതാണ് നാരദ മഹർഷി പറഞ്ഞു എന്ന് പറയാൻ കാരണം. നാരദ മഹർഷി പറയാൻ കാരണം ഉള്ളിലുള്ള സാക്ഷിഭാവത്തിന്. ഇത് വെളിയിൽ പറയുമ്പോൾ അമ്മയും മകനും അച്ഛനും നമ്മളെ ഞാനും എൻ്റെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്ന മക്കൾ ഈ തോന്നൽ വന്നു കഴിഞ്ഞാൽ ഭാഗവതം വരില്ല. കഥ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ മാത്രം. കഥകളൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ പറഞ്ഞ് അതിൽ എടുക്കല് കൊടുക്കല് വാങ്ങലും തമ്മിൽ ബഹളമൊക്കെ പറയും, കല്യാണം കഴിക്കലൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ ഒരേ ജീവന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്, ഇന്നർ സയൻസ് ആണ് എന്നുള്ളത് പറയാൻ പാടില്ല. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ കാര്യം മനസ്സിലാവും. നാരദ മഹർഷി പറഞ്ഞപ്പോ രുക്മിണിക്ക് കാര്യമൊക്കെ മനസ്സിലായി. കോട്ടെ എന്തായാലും സന്തോഷമായി അല്ലേ, മരിച്ചുപോയ കുട്ടി തിരിച്ചു വന്നത് ജീവനോട് തിരിച്ചു വന്നത് പോലെയായി, എല്ലാവർക്കും സന്തോഷമായി നോക്കുകയാണ്. അതിനൊരു കഥ പറഞ്ഞിട്ടാണ്. എന്താ പറഞ്ഞിട്ട് താല്പര്യം മറക്കരുത്. ജീവനിലെ അല്ലേ ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ഈ രീതിയിൽ 3 ശക്തികളും കൊണ്ടാണ് ജീവൻ പ്രാരബ്ധം അനുഭവിക്കാനുള്ള ജീവൻ വരുന്നത്. ആ ജീവൻ എന്ത് ചെയ്യണോ? ഇവിടെ ഇങ്ങനെ പ്രാരബ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിന് വിധേയനായിട്ടാണ് പിന്നെ ജീവിക്കേണ്ടി വരിക. ഈ സംസാരത്തിൽ ബന്ധപ്പെട്ടാല് പ്രാരബ്ധ കർമ്മങ്ങളോട് വന്നു, പിന്നെയോ ഇവിടെ വന്നിട്ട് ആഗ്രഹത്തിനനുസരിച്ചിട്ട് ജീവിക്കേണ്ടി വരും. അപ്പൊ ആഗ്രഹം എന്ത് ചെയ്യും? ബുദ്ധിയെ ജനിപ്പിക്കും. ബുദ്ധിയെ ജനിപ്പിച്ചു കഴിഞ്ഞാലോ ആ ബുദ്ധിയില് എന്ത് പറ്റും? മായ വളരെ വേഗം പ്രവർത്തിക്കും. അങ്ങനെയാണ് മായയുടെ ശക്തി. എന്താണ്? ആവരണവും വിക്ഷേപവും അല്ലേ? ഈ 2 ശക്തികള് ബുദ്ധിയില് പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ച് ആ ജീവനെ ഈശ്വരീയ ഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ ബോധസ്വരൂപം അല്ലെങ്കിൽ സ്വരൂപസ്ഥിതിയിൽ നിന്ന് സംസാരത്തിലേക്ക് വേഗം കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ എന്ത് പറ്റുമോ? ഇനി അത് മനസ്സായിട്ട് മാറും. ഇവിടെ ബുദ്ധിയാണ് ഉണ്ടായിരുന്നത് ഇത്രവരെ. ആ ബുദ്ധി ക്രമേണ ഈ മായയുടെ പ്രയോഗം കൊണ്ട് വിക്ഷേപം ആവരണങ്ങളും ഒക്കെ കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ അതാണ് അനിരുദ്ധനായിട്ട് ജനിക്കുക. പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധനായിട്ട് ജനിക്കുന്നൊക്കെ കഥ പറയാൻ പോകുന്നത് അതാണ്. അതിന് മുമ്പ് ഒരു കഥയുണ്ട്, സത്രാജിത്തിന്റെ ഒരു സെവന്തകമണിയുടെ കഥ. സത്രാജിത്ത് ഒരു യാദവന്മാരനാണ്, ഒരു യാദവനായിരുന്നു സത്രാജിത്ത്. ഈ സാമന്ത രാജാക്കന്മാരെ അല്ലെങ്കിൽ പ്രമാണിമാരെ കരപ്രമാണി എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ പ്രമാണിയായിരുന്നു. അദ്ദേഹം സൂര്യനെ തപസ് ചെയ്ത് സൂര്യന്റെ അടുക്കൽ നിന്ന് ഒരു സെവന്തകരത്നം ലഭിച്ചു. ആ സെവന്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഭിക്ഷം, മാരി, അരിഷ്ടാനി, സർപ്പ ആദി വ്യാധി അശുഭ ന സന്ധി. അതൊന്നും തന്നെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. മാത്രമല്ല പിന്നെയോ സ്വർണ്ണഭാരാൻ അഷ്ടവും 8 ഭാരം സ്വർണം കിട്ടും. എന്ത് ചെയ്യണം? പക്ഷേ ദിവസവും അതിനെ പൂജിക്കണം. അങ്ങനെ അഭ്യർത്ഥിതവും മണി, ആ മണിയെ അർച്ചിച്ചു കഴിഞ്ഞാൽ പൂജിച്ചു കഴിഞ്ഞാൽ 8 ഭാരം സ്വർണം കിട്ടും. ഇതാണ് ആ മണിയുടെ സമന്തകമണിയുടെ പ്രത്യേകത. ഇങ്ങനൊരു മണി അദ്ദേഹത്തിന് സൂര്യ ഭഗവാൻ സമ്മാനിച്ചു, അദ്ദേഹത്തിന്റെ തപസ്സൊക്കെ കണ്ടിട്ട്. അപ്പൊ ഈ മണിയുടെ സമന്തകമണിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ ഈ അല്ലേ നമുക്ക് തന്നെ നമ്മളെന്തെങ്കിലും ഒരു കാര്യമൊക്കെ നേടിയെടുത്തു കഴിഞ്ഞാൽ 10 ആളെ അറിയിക്കണം, അല്ലാതെ അല്ലേ എന്ത് കാര്യം? ആരെങ്കിലും ഒരാളെ അല്ലേ ഒരു സാരിയൊക്കെ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ വീട്ടിൽ കൊടുക്കുവോ? കല്യാണത്തിനോ പ്രാർത്ഥനത്തിനോ 10 ആള് കൂടുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് കൊടുക്കുക അല്ലേ? അല്ലാണ്ട് ആരും വീട്ടിൽ കൊടുക്കില്ല. സാരി വന്നത് കുറച്ച് വേഗം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെയാണ് അവസ്ഥ കേട്ടോ അല്ലേ? അപ്പൊ പറഞ്ഞു വന്നതിന് താല്പര്യം 10 ആളെ അറിയിക്കണം എന്നുള്ള ഭാവം സംസാരത്തിൽ പെട്ടിരിക്കുന്ന ജീവന് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ഇവിടെയും അത് സംഭവിച്ചു. ആ സത്രാജിത്ത് എന്ത് ചെയ്തു? ആ സമന്തകമണിയെ കഴുത്തിൽ കണിഞ്ഞ് സഞ്ചരിക്കാൻ തുടങ്ങി. അതന്നെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം മാഷ് വന്നപ്പോ മാല ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ രുദ്രാക്ഷമാലയൊക്കെ ഇട്ട ആള് കേവലം അല്ലേ മൂപ്പർക്ക് ഒരു ആവശ്യമായി. നമ്മുടെ വന്ന് നോക്കുമ്പോഴേ എല്ലാവരും കഴുത്തിലുണ്ട് മാല. മറ്റേത് വേണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നത്. പിന്നെ അല്ല പിന്നെ എന്താ പറയുക, അപ്പോഴാണ് ബുദ്ധി പ്രയോഗിച്ചത്.
ഇത് അശുദ്ധി ബാധിക്കാതിരിക്കണേ. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അഴിച്ചു വെക്കുന്നുണ്ട്. അതിനെ സപ്താഹത്തിലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അഴിച്ചു വെക്കാം, കുഴപ്പമില്ല. പിന്നെ സപ്താഹമലം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം മുമ്പ്, അല്ലെങ്കിൽ ബുക്ക് ചെയ്ത മീൻസ് 15 ദിവസമുള്ള വിലയൊക്കെ വരിക. അപ്പൊ അതിന് മുമ്പ് ഒന്ന് എടുത്തിട്ട് മാറ്റി വെക്കാന്നൊക്കെ അങ്ങനെ ഒരു ഐഡിയ. അതാണ് നേരത്തെ പറഞ്ഞില്ലേ, താല്പര്യത്തിനനുസരിച്ചിട്ട് ബുദ്ധി പ്രവർത്തിക്കുക. അതുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് മാലയെ കണിഞ്ഞ് കെട്ടിക്കൊണ്ട് പോവാണ്. ലോക്കറ്റാക്കി വെച്ച് സെമന്തഗ്രഹത്തിൽ ലോക്കറ്റാക്കി മാലയിട്ട് പോയി. മാലയിട്ട് കണ്ട് പോയപ്പോഴാണ് 4 ആള് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കാര്യം 10 ആള് അതവിടെ ഉള്ളത് കൃഷ്ണന്റെ കൊട്ടാരം അല്ലേ? കൃഷ്ണനാണ് രാജാവ്, ഉഗ്രസേന മഹാരാജാവിന്റെ കൊട്ടാരം അല്ലേ? അവിടെയല്ലേ വരേണ്ടത് എന്ന് പറയാം. അവിടെ എന്ന് വന്നു കഴിഞ്ഞപ്പോ ആളുകളൊക്കെ മഴയും വീട്ടിൽ തൂക്കി വരുന്ന ആളുകൾ ഇതെന്താ സൂര്യനോ വരുന്നത് തോന്നിയ അതിശയിച്ചു കൂടിയാണ്. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത് അതല്ല, ഇതിപ്പോ ശ്രദ്ധ കൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അടുത്തുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം ചെയ്തു, ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? യാചിച്ചു. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടിയിട്ടല്ല, യദുരാജായ പറയാണ് ആ യാദവന്മാരുടെ രാജാവായിരിക്കുന്ന ഉഗ്രസേന മഹാരാജാവിന് വേണ്ടി ചോദിച്ചു. നോക്കൂ സത്രാജിത്തെ, അന്നൊക്കെ അറിയില്ലേ ഇവിടെ ഞങ്ങളുടെ കൊട്ടാരത്തിലെ ആകെ പ്രശ്നമാണെന്നേ അറിയാലോ. ഞാൻ കുട്ടിയെ കാണാതായി, എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെ, എന്നാലും ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായി. അപ്പൊ ഈ മണി ഇവിടെ വെച്ച് കുഴിച്ചു കഴിഞ്ഞാല് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണല്ലോ പറയുന്നത്. അത്ര സ്വർണ്ണമൊക്കെ നിങ്ങൾ തലവ് ചെയ്യുവാണെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കൊടുക്കാൻ മനസ്സ് വരുമോ? ഇല്ല അല്ലേ? നമ്മളിതേ വെള്ളി കിട്ടിയതാണ്, വെറും രുദ്രാക്ഷമൊന്നുമില്ല അല്ലേ? ഇങ്ങനെ ഓരോ ഭാവന വികസിക്കാൻ തുടങ്ങാം. അങ്ങനെ പെട്ടെന്ന് ആർക്കും കൊടുക്കണമെന്ന് തോന്നുന്നില്ല. അപ്പൊ സർപ്രൈസ് കൊടുത്തില്ല. കൊടുക്കാണ്ടായപ്പോ സങ്കടം വന്നു, ഉള്ളില് വിഷമമൊക്കെ ഉണ്ട്. എന്നാലും കൊടുത്തില്ല. കൊടുക്കാതെ തിരിച്ച് തന്റെ ഗൃഹത്തിലേക്ക് എത്തി. തന്റെ ഗൃഹത്തിലെത്തി കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ അനുജൻ പ്രസേനൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ആ ശബ്ദമണി ഒന്ന് കാണാമല്ലോ, അത് തനിക്കെന്തിനാണോ? അല്ല ഞാൻ നായാട്ടിന് പോവണേ. നായാട്ടിന് പോകാൻ സെമന്തകമണിയോ? മൂപ്പര് ടാർച്ചടിക്ക് ടോർച്ചല്ല, പെട്രോമാക്സ് പണ്ട് തവളമുടി നായാട്ടിനാണെന്നല്ലേ പറയുന്നത്. അപ്പൊ ടോർച്ച് കിട്ടിയ വെച്ചില്ല, പെട്രോമാക്സ് കൊണ്ട് പണ്ടത്തെ കാലത്ത് തവള പിടിക്കാൻ പോകാറുള്ളേ. എന്താ പെട്രോമാക്സ്? എന്തൊരു കഷ്ടാല് തപസ് ചെയ്തിട്ട്, എത്ര കാലം തപസ് ചെയ്തിട്ട് സൂര്യനെ തപസ് ചെയ്തിട്ട് കിട്ടിയ സാധനമാണ്. ആ ആളുടെ അവസ്ഥ എന്താ വെറും അല്ലേ? പെട്രോമാക്സ് പോലെ ഉപയോഗിച്ച് തവള പിടിക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഇതാണ് എന്താണ് പറയുക, താൻ നേടിയ കുഞ്ഞിനെ മാറ്ററിയുന്നു. അങ്ങനത്തെ ഇതില്ലേ, അവന് അധ്വാനിച്ച് നേടുമ്പോഴേ അതിന്റെ വിലയുണ്ടാവുള്ളൂ എന്ന് പറയില്ലേ? എന്നതുപോലെയാണ് ആ കാര്യം എന്ന് മനസ്സിലായി. അത് തരാൻ പറ്റില്ല, ഇതൊക്കെ പൂജിക്കേണ്ട സാധനമാണ്, എങ്ങനെ നിസ്സാരമായിട്ട് കളിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. ഭക്ഷമായി കഴിഞ്ഞ് ഇത് എന്ത് കേട്ടാൻ, ഇങ്ങനെ ഒരു ഉപകാരം കൂടി ചെയ്യാത്ത എന്ത് കേട്ടാൻ എന്നുള്ള ഭാഗം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ അരിയനല്ലേ ഭക്ഷണം വേണ്ട എന്നൊക്കെ വിചാരിച്ച് ശരി ഒരു കാര്യം ചെയ്യാം, ഉപയോഗം ചെയ്യാം, പക്ഷെ സൂക്ഷിക്കണം. വിശുദ്ധ സ്വത്തുകൊണ്ട് അല്ലാണ്ട് നിസ്സാര കാര്യമാണെന്ന് തോന്നരുത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ സമ്പാദിച്ചെന്ന് ഓർമ്മ വേണം. തിരിച്ചു കൊണ്ടുവരാൻ രാവിലെ നേരത്തെ അല്ലേ 2:30-3 മണിയാവുമ്പോൾ തിരിച്ചു കൊണ്ടുവരാം. ഞാൻ രാവിലെ 3-3:30 ആവുമ്പോഴേക്കും കുളിയൊക്കെ കഴിയും. അപ്പോഴേക്കും കൊണ്ടുവന്ന് തന്നോളണം. ഓ അതിനെന്താ വിരോധ എന്നിട്ട് സമ്മതിച്ച് താനും വാങ്ങി പ്രസേന കാട്ടിൽ നായാട്ടിന് പോയി കുറേ ദിവസം കഴിച്ചു. രാവിലെ 6 മണിയായി 7 മണിയായി. പ്രസേനല്ല പണിയുമില്ല. അപ്പൊ വലിയ നിവൃത്തിയിൽ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, അന്വേഷിച്ചു പോവുക. അവർക്ക് അന്വേഷിച്ചു പോയി നോക്കി കാട്ടിലല്ലേ പോയിരിക്കുന്നത്, എവിടെ പറഞ്ഞിട്ടാ തിരയുക. അവർക്ക് കുറേയൊക്കെ തിരഞ്ഞു നോക്കി കിട്ടിയില്ല എന്ന് കഴിഞ്ഞപ്പോ സത്രാജിത്ത് പറയാൻ തുടങ്ങി, അതൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവുന്ന ഇനി നമ്മളിത് വെറുതെ തിരഞ്ഞിട്ട് കാര്യമില്ല, പോവുക പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യണം ഇഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചവിടെ കൊണ്ടല്ലോ. അപ്പോഴാണ് ഇവർക്ക് കാര്യം ഓരോരുത്തർക്കും എന്താ ഇങ്ങനെ പറയുന്നത്, അതൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവുന്ന പറയുമ്പോ ആരോ കൊണ്ടുപോയി എന്നല്ലേ ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ല അതല്ലേ അങ്ങ് പറഞ്ഞത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല ആരെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും? അങ്ങനെ അവർക്ക് സംശയമില്ല. ഞാൻ പണ്ട് ഇങ്ങനെ ദ്വാരകയിലേക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മനസ്സിലായില്ലേ എന്താ സൂചന എന്ന് മനസ്സിലായില്ലേ? മാത്രമല്ല അങ്ങനെ ഓരോരോ എന്തിനെ അല്ലേ, കർണേ അജപഞ്ജന, ചെവിയിൽ ഓരോരുത്തരും ഉറക്കം പറയാൻ പറ്റുമോ?
ഉറക്കെ പറയാൻ പറ്റില്ല. ദേഷ്യത്തിലെ വലിയ വലിയ ആളുകളില്ലേ, അത് വലിയ ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ ഉറക്കെ പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്തു. എല്ലാവരും ഇങ്ങനെ ചെവിയോട് ചെവി പറഞ്ഞ് അവസാനം കൃഷ്ണന്റെ ചെവിയിലും എത്തി തന്നെ പറ്റി ഈ സമന്തകം കെട്ടവനാണ് എന്നുള്ളൊരു കാര്യം ആളുകളൊക്കെ പറയുന്നത്. ആരൊക്കെ പറയുന്ന ആളുകളെന്നല്ല, നമ്മളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൃഷ്ണൻ സമന്തകം കെട്ടവനാണ് കൃഷ്ണൻ. രാവിലെ എഴുന്നേറ്റ് മൂപ്പർക്ക് എന്താണ് പറയുക, കൃഷ്ണാഷ്ടോത്രം ജപിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് രണ്ട് സമന്തക മണികണ്ഠാനര നാരായണാത്മക എന്തു പറയും. മൂപ്പര് വലിയ ഭക്തനായിട്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണൻ വലിയ ആളാണെന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണെന്നാണ് മൂപ്പരുടെ വിചാരം. പക്ഷെ പറയുന്നത് എന്താ, സമന്തകമണിഹർത്ത, സമന്തകമണിയെ കട്ടവനെ എന്ന്. പാവം തന്നെയല്ലേ കൃഷ്ണൻ നമ്മളുടെ. ഇതാണ് ഈ ഗോപികാഗീതത്തിൽ അവസാനം പറയുമല്ലോ, പറയില്ലേ, അത് ഇതാണ്. എന്താ പറയുന്നത് അവിടെ ഗോപികമാരെ, ഹേ ഭഗവാൻ, അങ്ങയുടെ അല്ലേ താമരദളത്തെ പോലെയുള്ള മൃദുവായിട്ടുള്ള കാലടികളെ ആ കാട്ടിലുള്ള കല്ലും പുള്ളിലും ഒക്കെ പോയി ചവിട്ടുമ്പോ വളരെ ദുഃഖിതമാകും അല്ലേ, വളരെ ദുഃഖം അനുഭവിക്കില്ലേ, വേദനിക്കില്ലേ എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോണ്ട, എന്റെ ഹൃദയത്തിൽ തന്നെ അങ്ങയുടെ കാല് വെച്ചോളൂ എന്ന് പറയണ. ഉടനെ പറയണ, എന്റെ ഹൃദയത്തിലും കാല് വെക്കുമ്പോ മെല്ലെ വെക്കണേന്ന്, കാരണം എന്റെ ഉള്ളിലുണ്ട് കല്ലും പുള്ളുന്ന്. അതാ ഇതാണ് ഈ രീതിയിലാണ് സ്തുതിക്കുന്നത്. കൊണ്ട് ഇങ്ങനെ കൃഷ്ണൻ കുറ്റം പറഞ്ഞാൽ സ്തുതിക്കുന്നത്. ഏതായാലും പറയണം. അപ്പൊ കുറച്ച് കാര്യം മനസ്സിലാക്കിക്കോ. ഇനി താൻ തന്നെ വേണം തനിക്കുള്ളൊരു അപമാനത്തെ ഇങ്ങനെ അല്ലേ, വിദ്യാഭ്യാസം അല്ലേ. കൃഷ്ണനപ്പോ ആണെങ്കിൽ അത്വജാതിക്ക് ചന്ദ്രനെ നോക്കിയിട്ടുണ്ടാവും. അതാണ് അപവാദം കേൾക്കേണ്ടി വരുമെന്ന് പറയുക അല്ലേ. അത്വചതുർത്ഥിക്ക് ചന്ദ്രനെ നോക്കിയാല് അപവാദം കേൾക്കണം എന്നൊരു യോഗം പറയും. അതുകൊണ്ട് തിരുത്തമായിട്ട് അത് കാരണമില്ല. ഏതായാലും ശരി, എനിക്ക് വന്ന ഈ അല്ലേ അകീർത്തിയെ ഞാൻ തന്നെ നീക്കണം എന്ന് പറഞ്ഞ് കുറച്ച് തെളിവും വേണമല്ലോ. അല്ലാതെ താൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അവൻ തെളിവും വേണം പറഞ്ഞ് കുറച്ച് യാദവന്മാരെയൊക്കെ കൂട്ടി ശരി ഞാൻ തന്നെ അന്വേഷിക്കാന്ന് പറഞ്ഞ് പ്രസരനെയും സെവന്തത്തെയും അന്വേഷിക്കാൻ കൃഷ്ണനും കൂട്ടരും പോയി. വേറെ ഒരാളും പറഞ്ഞിട്ടില്ല, അവനും തന്നെ പോണേ. അവനും തന്നെ പോയി അന്വേഷിച്ചു. ഇവരെ കുറെ അന്വേഷിച്ചപ്പോഴുണ്ട് അതാ പ്രസേനന്റെ പഴയ ഷർട്ടൊക്കെ കിടക്കണോ. കാരണം എന്താ, ശരീരമൊക്കെ ചീഞ്ഞു പോയി. അപ്പൊ ഷർട്ട്, അതേപോലെ കുതിരയുടെ കുളമ്പിന്റെ ലാടൊക്കെ അങ്ങനെ ഇരുമ്പാണല്ലോ, അത് വേഗം ദശയില്ലല്ലോ. അപ്പൊ അതൊക്കെ കണ്ടു. മാത്രമല്ല അവിടെ എന്തോ യുദ്ധം നടന്ന പോലേക്കുള്ളൊരു പൊടി ഇതൊക്കെ നില കണ്ടാൽ ഭൂമി കണ്ടാൽ അറിയാലോ. അപ്പൊ അതൊക്കെ മനസ്സിലായി. അപ്പൊ ആരാ ഇതിന്റെ യുദ്ധം ചെയ്തതെന്നൊക്കെ നോക്കിയപ്പോഴാണ് ഒരു സിംഹത്തിന്റെ കാൽപാതകൾ കണ്ടു. അപ്പൊ മനസ്സിലായി സിംഹ പ്രസേനനെ കൊന്ന് കുതിരയെ കൊന്ന് ആ സമന്തകമണി എടുത്തോണ്ട് പോയിരിക്കുന്നത് മനസ്സിലായി. ശരി എന്ന് പറഞ്ഞാൽ ആ സിംഹത്തിന്റെ പാദങ്ങൾ പിന്തുടർന്നു പോയപ്പോഴാണ് ആ സിംഹവും മരിച്ചു കിടക്കുന്നതായി കണ്ടു. സിംഹത്തിന്റെ പല്ല് ഇങ്ങനെ കിടക്കണം കണ്ടു. അപ്പൊ മനസ്സിലായി നഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കണ്ടു കഴിഞ്ഞപ്പോ സിംഹത്തിനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാരാ കൊന്നാന്ന് നോക്കിയപ്പോഴാണ് വലിയ മനുഷ്യന്റെ കാലടി പോലുള്ള കാലടി ആൾക്കുറങ്ങാണ് എന്നുള്ളത് മനസ്സിലായി. ആൾക്കുറങ്ങാൻ മനസ്സിലായി. അതിന്റെ കാലടി തുറന്നിട്ട് പോയപ്പോ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറി. ഗുഹയുടെ ഉള്ളിൽ കയറി വീട്ടില്ല, അവിടേക്ക് പോണതേ. അതെ, അപ്പൊ ഗുഹ എന്ന് പറഞ്ഞാൽ എന്താ പറ്റിയ നമുക്കറിയാം, ഇത് ഗുഹയാണെന്ന് അറിയാം. നമുക്ക് കുറച്ച് വട്ടത്തില് കാണാൻ മാത്രം, ഉള്ളു കാണാൻ പറ്റുമോ? ഇല്ല, ഇരുട്ടല്ലേ. അപ്പൊ ഒപ്പം വന്നവരൊക്കെ പറഞ്ഞു, കൃഷ്ണ ഇനി ഇതിന്റെ ഉള്ളിൽ പോയില്ലേ, കാരണം സിംഹത്തിനെ പോലും കൊന്ന ആളാണ് അല്ലേ. നമ്മളിനി കാര്യം മനസ്സിലായി. കൃഷ്ണൻ കാര്യം ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഞാൻ പോയി നോക്കിയിട്ട് ഇറങ്ങിട്ട് വരാം. അത് നമുക്ക് അല്ലേ, നമുക്ക് സമയപ്പോ കൃഷ്ണൻ വെളിയിൽ നിന്നോ കൃഷ്ണൻ ഉള്ളിലേക്ക് ഇറങ്ങി കുറച്ചു ദൂരം പോയി. ആന ഇരുട്ടാണേ. പക്ഷെ ഇരുട്ടാണെങ്കിലും കൃഷ്ണനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. തന്റെ അപമാനത്തിന് അല്ലേ, അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ. ശരി എന്ന് പറഞ്ഞ് അവിടെ കുറച്ചു നേരം കൊണ്ടുള്ള പ്രകാശം കണ്ടു കഴിഞ്ഞ് മനസ്സിലായി എന്തായാലും ഗുഹയുടെ ഉള്ളിൽ സൂര്യൻ ഉദിക്കൊന്നുമില്ല. അപ്പൊ സമതലം തന്നെയാണ് മനസ്സിലായി. നോക്കിയപ്പോ എന്താ അറിയോ, ആ സമതലമണിയെ ഓട്ടി വിട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി കളിക്കുകയാണ്. അതിനുള്ളിൽ കുട്ടി
അയ്യോ എന്താ അല്ലേ, എത്ര തപസ് ചെയ്ത് നേടിയ വസ്തുവിനെ ഇങ്ങനെ കളിക്കോപ്പായിട്ട് മാറ്റിയെടുത്തിരിക്കണമല്ലോ. ഒരു പെൺകുട്ടി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോ ശരി ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വേഗം നമ്മളുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞ് സെവന്തകമണിയെ എടുക്കാൻ പോയപ്പോ കുട്ടി അയ്യോ കൊണ്ട് കരയാൻ തുടങ്ങി. കുട്ടി കരയാൻ തുടങ്ങി. കുട്ടിയെ നോക്കുന്ന ആള് പറഞ്ഞു ഇതാ കള്ളനാരോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിരിക്കും. അവിടെ വന്നു ജാമ്പവാൻ, അല്ലേ രാമാവരം അല്ലേ, പഴയ ആളാണേ. വന്നിട്ട് ഇടിയായി ഹരേ രഘുപതേ ജയ ജയ. സ്വാമി എങ്ങനെ അറിയാം, ഹരേ രഘുപതേ ജയ ജയ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഇടിക്കുക. ഗംഭീരമായിട്ട് ഇടിയൊക്കെ കൊണ്ടോട്ട് നിന്നും ആലയ കൃഷ്ണൻ. അതെങ്ങനെ കൊണ്ടോട്ട് നിൽക്കുക പറഞ്ഞാൽ സമുദ്രത്തിന്റെ തിരമാല എത്ര ഉയർന്നു പൊങ്ങി താഴെ വീണാൽ സമുദ്രത്തിന് വേദനിക്കുമോ? ഇല്ല. കാരണം സമുദ്രം തിരമാലയും വ്യത്യാസമില്ല. എന്നതുപോലെ ഭഗവാനും ജാമ്പവാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇടി കൊണ്ടോട്ട് നിന്നു. കൊണ്ടോടെങ്ങനെ കുറേ നേരം നിന്നു. കുറേ നേരം നിന്നപ്പോഴേക്കും ഇവിടെ എന്താ സംഭവിച്ചത്? 10-12 ദിവസമായി ഇവിടെ വെളിയിലേക്ക് ഇവിടെ ഉമ്മർന്ന് ആള് കാത്തു നിൽക്കുന്നു. കാണാനില്ല. എത്ര നേരം തൊട്ട് നമ്മളിവിടെ വന്നില്ല. വിശപ്പൊക്കെ ഉണ്ടാവും. പിന്നെ എന്റെ ഭാര്യ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ വേണ്ടത് വെച്ചു. ശരി ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കാര്യമില്ല, നമുക്കിപ്പോ എന്തായാലും ഇതേവരെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം അല്ലെ എന്ന് പറഞ്ഞ് ഇവരവിടുന്ന് സ്ഥലം കൊടുത്തു. ഈ 12 ആളുകളെ 12 ദിവസം കഴിഞ്ഞ് അവിടുന്ന് സ്ഥലം കൊടുത്തു. ഒരു 9 ദിവസം 7 ദിവസം 12, 7, 19 ദിവസമായി എന്നാ പറയുന്നത്. 7 ദിവസം യാത്രയും ചെയ്ത് അവിടെ എത്തി. കൊട്ടാരത്തിലെത്തി, ദ്വാരകയിൽ അവിടെ എത്തിയിട്ട് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അവിടെ 14 ദിവസം നിന്നു. അതിൽ കാണാണ്ടായിരുന്നു. ഞങ്ങൾ മെല്ലെ അവിടെ ഇറങ്ങി. അപ്പൊ ഈ യാത്രാ സമയം ഒരു 12 ദിവസമായി. ഇത് കഴിഞ്ഞപ്പോ പ്രധാനമായിട്ട് എല്ലാവർക്കും വിഷമായി. പ്രധാനമായിട്ടും അച്ഛനും അമ്മയും ദേവയ്ക്ക് വസ്തുവിനൊക്കെ വിഷമായി. തന്റെ മകനെ അബദ്ധം പറ്റിയല്ലോ എന്നൊക്കെ കൊണ്ട് വിഷമായി. അപ്പൊ അവരിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ എത്തി. നാരദ മഹർഷി ചോദിച്ചപ്പോ എന്താ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോ അത് ശരി, ആവതിക്കും കരണീയ സ്മരണീയ ചരണയുഗളാം അമ്പായ ദേവി ഭാഗവത നവാഹമായിട്ട് നടത്താൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടെ പോയി ദേവി ഭാഗവത നവാഹമായിട്ട് നടത്തി 9 ദിവസം. അപ്പൊ 12, 7, 19, 28 ഇവിടെ ദേവി ഭാഗവത് അവസാനിക്കാറായപ്പോ അതിന്റെ എഫക്ട് അവിടെ കിട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഈ 27 ദിവസം കിട്ടി ഇടി കൊണ്ടവിടെ നിന്നേ 28ാമത്തെ ദിവസം ഇടി കിട്ടുമ്പോ അദ്ദേഹത്തിന് ഒന്ന് തോന്നിയത്രേ ഭഗവാന്. കാരണം എന്താ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എണ്ണല്ലേ സ്വാഹ പ്രാണായ സ്വാഹ വ്യാനായ സ്വാഹ എന്നൊക്കെ പെട്ടെന്ന് ആഹാരം കൊടുത്ത് പൂജയൊക്കെ ചെയ്ത് അവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അത് ഇടിയെണ്ണ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നത്. എന്നാലും അങ്ങനെ അപ്പോഴാണ് ഈ ദേവി ഭാഗവതത്തിന്റെ എഫക്റ്റില് അല്ല പ്രസാദം തിരിച്ചു കൊടുക്കേണ്ടേ തോന്നി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ അത് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പൊ ശരി പ്രസാദം കൊടുക്കണ്ടല്ല, താൻ മുഴുവൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, എന്തെങ്കിലും പൂജിച്ചാൾക്ക് പ്രസാദം കൊടുക്കട്ടെ എന്ന് തോന്നൽ വന്നു അത്രേ. ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ പ്രസാദമായിട്ട് കൊടുത്തു. ഒരു ഇടി കൊടുത്തു. പ്രസാദമായിട്ട് ഒരു ഇടി കൊടുത്തപ്പോ അത് കിട്ടിയപ്പോൾ എന്ത് പറ്റി? അതാണ് കൃഷ്ണമുഷ്ടി വിരിഷ്പിഷ്ട ഒരു ബന്ധന. കൃഷ്ണന്റെ ഒരു മുഷ്ടിയുടെ ഇടി കിട്ടിയപ്പോ തന്നെ നിഷ്പിഷ്ട അംഗ ഒരു ബന്ധന. എല്ലാ അവയവങ്ങൾക്കും സന്ധിബന്ധല്ലേ സന്ധികൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറ്റുപോകുമ്പോലെ തോന്നി. അത്രയധികം ക്ഷീണം ബാധിച്ചു എന്ന് പറയണം. അത്രയധികം ക്ഷീണം ബാധിച്ചു കഴിഞ്ഞപ്പോ ആലോചന വന്നു. എന്താണ് ആലോചിച്ച് നോക്കിയപ്പോ ഇതേപോലെയുള്ള ഇത്രയും ഹൈവേ വെയിറ്റ് ബോക്സിംഗ് ഇത് കണ്ടത് ഞാൻ പണ്ട് രാമരാമ യുദ്ധത്തിലാണ് കണ്ടത്. അപ്പൊ ഇത് ഭഗവാൻ രാമൻ തന്നെയാണ്. അത് പറഞ്ഞു ഹരേ ശ്രീരാമ അബദ്ധം ചെയ്തു, ഞാൻ ക്ഷമിക്കണേ എന്ന് കൊണ്ട് രാമന്റെ ഭാവത്തിൽ നമസ്കരിച്ചപ്പോ പറഞ്ഞു ഇല്ല ഇപ്പൊ പേര് മാറ്റിയിട്ടുണ്ട്, കൃഷ്ണൻ എന്നാ ഇപ്പൊ എല്ലാവരും എന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതെയോ ശരി ആയിക്കോട്ടെ അബദ്ധം പറ്റി എന്തോ അപ്പൊ കാര്യമൊക്കെ പറഞ്ഞു. കാര്യങ്ങൾ അയ്യോ എന്താ സനന്ദം കൊടുത്തു മാത്രമല്ല ഭഗവാനെ ഞാൻ എങ്ങനെ അബദ്ധം ചെയ്തു അതിനൊരു പ്രായശ്ചിത്തമായിട്ട്